കോൺഗ്രസ് നേതൃത്വവുമായി അതൃപ്തി എന്ന വാർത്തകൾ തള്ളാതെ ശശി തരൂർ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ ചിലത് ശരിയും ചില കാര്യങ്ങൾ തെറ്റുമായിരിക്കാമെന്നും ശശി തരൂർ പറഞ്ഞു. പറയാനുള്ളത് പാർട്ടി നേതൃത്വത്തോട് നേരിട്ട് പറയുന്നതാണ് നല്ലത്. അതൊന്നും പൊതുവേദിയിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ലെന്നും തരൂർ കോഴിക്കോട് പറഞ്ഞു. ഉറപ്പുമായിട്ട് പാർലമെന്റിൽ എല്ലാ വിധത്തിലും പങ്കെടുക്കുമ്പോൾ പാർട്ടിയെ ആ സമയത്ത് കാണാൻ നേതൃത്വത്തിന്. പക്ഷേ എനിക്ക് പറയാനുള്ളത് പാർട്ടിയുടെ അകത്ത് തന്നെ പറയണം, നല്ലത് മാധ്യമക്കാരുടെ മുമ്പിലല്ല. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോളൂ, ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കൂ. അതിനെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയാൻ പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞു എനിക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു, ഞാൻ അതിനെ വേറെ ഒന്നും അതിനേക്കാൾ കൂടി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മുഹമ്മദ് അസ്ലം ചേരുകയാണ് വിവരങ്ങളുമായി. അസ്ലം, ശശി തരൂർ നേരത്തെ അദ്ദേഹത്തിനുള്ള അതൃപ്തി അത് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ എത്തി നിൽക്കുകയാണ്. എന്താണ് ഇപ്പോൾ തരൂരിന്റെ പ്രശ്നം? പാർട്ടി നേതൃത്വം എങ്ങനെയാണ് കാണുന്നത്? നേതൃത്വത്തോട് കാര്യങ്ങൾ പറയും എന്ന് തരൂർ പറയുന്നുണ്ടല്ലോ. തീർച്ചയായും ഏറെ നാളത്തെ അകലത്തിന് ശേഷം വയനാട് ക്യാമ്പോട് കൂടി തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി അടുത്ത് സഹകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു പ്രത്യേകിച്ചും കേരളത്തിൽ ശശി തരൂർ ചെയ്തിരുന്നത്. അത് കേന്ദ്ര നേതാക്കളടക്കം അത് അക്നോളജ് ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം മഹാപഞ്ചായത്തിലെത്തിയ രാഹുൽ ഗാന്ധി ആ വേദിയിൽ ശശി തരൂരിനെ പരാമർശിക്കാത്തതും അവഗണിച്ചതുമാണ് ശരിക്കും വീണ്ടും തരൂരിനെ പ്രകോപിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് തന്നെ കേന്ദ്രത്തിൽ ഡൽഹിയിൽ നടന്ന യോഗത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും തരൂർ പങ്കെടുത്തില്ല. ഇന്ന് അദ്ദേഹം KLF-ന് വേണ്ടി കോഴിക്കോട് എത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം KLF-ൽ പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് താൻ പങ്കെടുക്കാത്ത കാര്യം അറിയിച്ചിരുന്നതായും സാങ്കേതികമായി രണ്ടു കൂട്ടരും കോൺഗ്രസും ഇക്കാര്യം ഈ വാദം തന്നെയാണ് പറയുന്നത്. അതേസമയം അതൃപ്തി ഉണ്ടോ എന്ന ചോദ്യത്തിന് തള്ളാതെ പറഞ്ഞത് നിങ്ങൾ നൽകുന്ന വാർത്തകളിൽ തെറ്റും ശരിയും ഉണ്ടാവാനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പാർട്ടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് തന്നെ പറയും. അതെന്നുവെച്ചാൽ അതൃപ്തി തനിക്കുണ്ട് എന്ന് സൂചന ശശി തരൂർ നൽകുന്നുണ്ട്. പക്ഷേ അതേസമയം അത് പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു വിവാദത്തിലേക്ക് പോകാൻ തരൂർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല. അതേസമയം അതൃപ്തി പാർട്ടിക്കകത്ത് തന്നെ പറയും എന്ന് തന്നെയാണ് നമുക്ക് തരൂരിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം ദേശീയ തലത്തിൽ വലിയ ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുമോ എന്ന് വരെ പറയുന്ന രീതിയിലേക്ക് ചില വാക്കുകൾ മോദിയെ സ്തുതിക്കുന്ന വാക്കുകൾ വന്നിരുന്നു. അതോടൊപ്പമല്ല പലപ്പോഴും BJP-യെയും കേന്ദ്ര സർക്കാരിനെയൊക്കെ സ്തുതിക്കുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വരികയും ചെയ്തിരുന്നു. വലിയ തോതിൽ അകൽച്ച പ്രകടമാക്കുകയും ചെയ്തു. പല ചർച്ചകളും തരൂർ ഒഴിവാക്കി നിൽക്കുകയും ചെയ്തു. അതേസമയം വയനാട് ക്യാമ്പിൽ അദ്ദേഹം എത്തുകയും ബോധപൂർവം തന്നെ നേതാക്കളുമായി അടുത്തിടപഴകുകയും AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ അദ്ദേഹം അതിനെ അക്നോളജ് ചെയ്യുകയും ചെയ്തു. അതായത് തരൂർ പാർട്ടി ലൈനിലേക്ക് വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെ കോൺഗ്രസിന് ഒരുപാട് തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്, കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുന്ന നേതാവാണെന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ വീണ്ടും പഴയ തരൂരിലേക്കും അല്ലെങ്കിൽ കോൺഗ്രസ് തരൂർ ബന്ധം പഴയ രീതിയിലേക്ക് പോകുന്നു എന്ന സൂചനകളുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ കേരളത്തിൽ പല പരിപാടികളും അദ്ദേഹം സജീവമാവുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പ്രചരണ രംഗത്ത് ഞാൻ ഉണ്ടാവുമെന്ന് പറയുകയൊക്കെ ചെയ്താണ്. അതേസമയം മഹാപഞ്ചായത്തിലെ ഒരു പ്രശ്നമാണ്. ആ ഒരു വേദിയിൽ അദ്ദേഹം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് പരാമർശിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. മാത്രമല്ല അത് അവഗണിക്കുന്ന ഒരു ഫീലിംഗ്, ഒരു തോന്നൽ തരൂരിനുണ്ടായിട്ടുണ്ട്, തരൂർ ക്യാമ്പിനുണ്ടായിട്ടുണ്ട്. അതായത് താൻ അടുക്കാൻ ശ്രമിക്കുമ്പോഴും അകലത്തിൽ നിർത്താനാണോ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വം തന്നെ ശ്രമിക്കുന്നത് എന്ന ചില തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇണങ്ങിയും പിണങ്ങിയും നിൽക്കേണ്ട സമയമല്ല ഇനി. തെരഞ്ഞെടുപ്പാണ് മുന്നിൽ. എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തോട് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ തരൂർ വീണ്ടും ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ വീണ്ടും ഒരു മഞ്ഞുരുക്കത്തിനുള്ള അല്ലെങ്കിൽ തരൂരുമായി സംസാരിക്കാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? KPCC നേതൃത്വം എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക? നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ KPC നേരത്തെ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് പ്രവർത്തക സമിതി അംഗമാണ്, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് ശശി തരൂർ. വിവാദം ഉണ്ടായ ഘട്ടത്തിലൊക്കെ തന്നെയും കേന്ദ്ര നേതൃത്വവുമായിട്ടായിരുന്നു തരൂർ കൊമ്പ് കോർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കൾ അതിനെക്കുറിച്ച് പൊതുവെ അഭിപ്രായം പറയാറില്ല. അത് അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ്, കേന്ദ്ര നേതൃത്വമാണ് ആ കാര്യത്തിൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയേണ്ടത് എന്ന രീതിയിൽ പറഞ്ഞ് ആ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് സംസ്ഥാനത്ത് എപ്പോഴും ശ്രമിക്കാറ്. സ്വാഭാവികമായിട്ടും KPCയും മറ്റ് കേരളത്തിലെ നേതാക്കളൊക്കെ തന്നെ ആ ഒരു വിവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കും. പക്ഷേ കേന്ദ്ര നേതൃത്വവുമായിട്ടും ശശി തരൂരിന് ഇപ്പോഴും അകലം നിൽക്കുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പ്രതികരണങ്ങൾ. ഇപ്പോഴും അദ്ദേഹം അതിർത്തി പുറത്ത് കാണിച്ചില്ലെങ്കിൽ പോലും പ്രകടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്, പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇത് വികസിക്കുക എന്നാണ് അറിയേണ്ട കാര്യം. എന്തായാലും തരൂരിന് അതിർത്തി ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഏതർത്ഥത്തിൽ പരസ്യമാകും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് പ്രകടിപ്പിക്കും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടത്.